മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന കൊല്ലത്തിന്റെ ചരിത്ര ശേഷിപ്പുകളിൽ കൂടിയാണ് ഇന്ന് യാത്ര. കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൊല്ലത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൺട്രോ തുരുത്ത്. AD 1878 ഡച്ചുകാർ സ്ഥാപിച്ച ഡച്ച് പള്ളിയിലേക്കാണ് ഇന്ന് നമ്മുടെ ചരിത്ര ശേഷിപ്പുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാണ് സെന്റ് മേരീസ് ചർച്ച്. മൺട്രോ തുരുത്ത് പെരുവൺ പാതയിൽ റെയിൽവേ പാളം മുറിച്ചു കടന്ന് ഒരു 1/4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഡച്ച് പള്ളിയിലെത്താം. പള്ളിയിലേക്ക് നടക്കുമ്പോൾ തന്നെ പഴയകാലത്ത് പ്രൗഢിയോടെ നിന്നിരുന്ന ചില കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു കിടക്കുന്നതും കാണാം. വെട്ടുകല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു കിണറും ഇതിന് സമീപത്തായുണ്ട്. ഏതായാലും ചരിത്ര ശേഷിപ്പുകൾ കാണാൻ പോകുമ്പോൾ കൂടുതൽ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രദേശം എന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ചരിത്ര അന്വേഷികളായ ചില വിദേശീയരും തദ്ദേശീയരുമായ ആൾക്കാർ ഡച്ച് പള്ളിയിൽ വന്നു പോകുന്നുണ്ട്. ഇടച്ചാൽ പള്ളി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആദ്യമെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പഴക്കമേറിയ 2-3 കല്ലറകളാണ്. ആദ്യമൊരു ഭയമൊക്കെ തോന്നും. എങ്കിലും പള്ളിയുടെ നിർമ്മാണവും മറ്റു രീതികളും കാണുമ്പോൾ ആ കാലത്തെ ഗോത്തിക് വാസ്തുശില്പകല എത്രത്തോളം മെച്ചമായിരുന്നു എന്ന് മനസ്സിലാക്കാം. എല്ലാ പ്രിയപ്പെട്ട ഗ്രീൻ മീഡിയ വിഷൻ പ്രേക്ഷകർക്കും ഒരു യാത്രാ കാഴ്ചയിലേക്ക് സ്വാഗതം. യാത്രാ കാഴ്ചകളിൽ ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിന്റെ കാഴ്ചയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിലെ വെസ്റ്റ് വാർഡിലാണ്. മനോഹരമായ ഗോത്തിക് വാസ്തുശില്പവിദ്യയിൽ പണിഞ്ഞ ഒരു പള്ളി AD 1878 ഡച്ചുകാർ സ്ഥാപിച്ച ഇടച്ചാൽ പള്ളിയുടെ സ്ഥലത്താണ് നിൽക്കുന്നത്. ഡച്ച് ചർച്ച് എന്ന് പറയും. അഷ്ടമുടി കായലിന്റെ മനോഹരമായ തീരത്ത് ഇന്നും 148 വർഷങ്ങൾ കഴിയുമ്പോഴും ഒരു പോറലുമേൽക്കാതെ സുർക്കി പശയും കുമ്മായവും ചേർത്ത് പണിഞ്ഞ ആ പള്ളി ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. വൃത്താകൃതിയിലാണ് പള്ളി. മാതാവിന്റെ പള്ളിയാണ്. ഉണ്ണിയേശുവുമുണ്ട്. ഒരുപാട് പേർ ജാതി മത ഭേദമന്യേ ഇവിടെ എത്തുന്നു. ഇവിടുത്തെ പെരുന്നാൾ നടത്തുന്നത് ഹിന്ദുക്കൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ കൊല്ലം ഭദ്രാസനത്തിന്റെ അധീനതയിലുള്ള പള്ളിയാണ്. ഇപ്പോൾ കൊടുവിള പള്ളിയുടെ അധീനതയിലാണ് ഇത് നിൽക്കുന്നത്. ഡച്ചുകാർ AD 1878 പണിഞ്ഞു 150 വർഷമാകാൻ പോകുന്ന ഡച്ച് പള്ളിയുടെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. മനോഹരമായ അഷ്ടമുടിക്കായലിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നിൽ ഒരു ബോട്ട് ജെട്ടിയുമുണ്ട്. നിരവധി സഞ്ചാരികളാണ് ദിവസേന ഡച്ച് പള്ളി സന്ദർശിക്കാൻ എത്തുന്നത്. വിശാലമായ അഷ്ടമുടി തടാകത്തിന്റെ തീരത്തുള്ള ചുവന്ന ഇഷ്ടികപ്പള്ളി ഡച്ചു കേരള വാസ്തുവിദ്യയുടെ ഒരു മിശ്രിതമാണ്. പരിശുദ്ധ മറിയം ഭാരതരാജ്ഞിയുടെ പള്ളിയാണ്. കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മൈത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ജെറോം M ഫെർണാണ്ടസ് 1950 12ാം പിയൂസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ച ദന്തനിർമ്മിതമായ ശില്പമാണ് ഈ സ്വരൂപത്തിന്റെ മാതൃക. നൂറ്റി 150ഓളം വർഷം പഴക്കമുള്ള ഇടച്ചാലിലെ ഡച്ച് പള്ളിയിൽ എത്തുന്നത് എല്ലാ മതസ്ഥരുമാണ്. ഇവിടെ ജാതി മത ഭേദമന്യേ ആരാധനയ്ക്കായി സർവ്വ ആൾക്കാരും എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇന്നും യാതൊരു കേടുപാടും കൂടാതെയാണ് ഡച്ച് പള്ളിയുടെ നിർമ്മാണ രീതി നിലകൊള്ളുന്നത്. പള്ളി പറ്റി എല്ലാവർക്കും ഒക്കെ മതിപ്പുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നൊക്കെ ഈ കോഴിയോള ഭാഗത്തുനിന്ന് അരുന്നല്ലൊന്ന് എല്ലായിടത്തു നിന്നൊക്കെ ആളുകൾ വരും. വന്ന് പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് പോയാൽ അവർക്ക് അതിനായിട്ടുള്ള ഒരു ഫലമുണ്ട്. മാതാവായിരിക്കുന്നത്. 100-150 വർഷം പഴക്കമുണ്ട്. അനുഭവം വല്ലതും ഉണ്ടോ? എനിക്ക് എന്റെ മോന്റെ ഒരു വയ്യാതിരിക്കുന്ന ഒരു മോന്റെ ഒരു കാലുകൊണ്ട് വയ്യാതിരിക്കുന്നു. ഇപ്പം പയ്യൊക്കെ നടക്കുന്നുണ്ട്. പ്രാർത്ഥന ഉണ്ടല്ലേ? ഇവിടെ ഹിന്ദുക്കളാ പെരുന്നാൾ നടത്തുന്നത്. എല്ലാവരും ആരാധന നടത്തും. എല്ലാ ആളുകളും പെരുന്നാൾ നടത്തുന്നുണ്ട്. എല്ലാവരും നടത്തുന്നു. ഇവിടെ 1075ഓളം വർഷം പഴക്കമുള്ള 2 കല്ലറകളുടെ അവശിഷ്ടങ്ങളും ഇവിടെയുണ്ട്. പക്ഷെ നമുക്ക് ലാഡ്സൺ എന്ന് മാത്രമേ അതിൽ വായിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് മാത്രം. ഇതൊക്കെ കാണുമ്പോൾ പഴയ കാലത്തെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരും. ഒരു വൃത്താകൃതിയിലുള്ള രൂപത്തിലാണ് പള്ളിയുടെ അച്ചുകൂടുമൊക്കെ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. അക്കാലത്തെ സുർക്കിപ്പശയും ചുണ്ണാമ്പും കുമ്മായവും കൊണ്ടുള്ള നിർമ്മാണ രീതി ഒരു പൊടി പോലും എങ്ങും ഇളകിയിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. എന്നാലും ഇതിന്റെ വാസ്തുശില്പം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ്. ഇക്കാലത്ത് എത്രയോ വലിയ നിർമ്മിതികൾ പൊളിഞ്ഞു വീഴാറായി നിൽക്കുമ്പോഴാണ് പുതിയ കാലഘട്ടത്തിൽ 10 വർഷം പോലും തികയാത്ത കെട്ടിടങ്ങൾ ഇന്നും നിലനിൽക്കുന്നില്ല. അപ്പോഴാണ് AD 1878 നിർമ്മിച്ച ഡച്ചുകാരുടെ ഈ പള്ളി 150 വർഷമാകുമ്പോഴേക്കും ഒരു ചലനവുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. Lights on the water.
dark to see water below me. മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ പള്ളിയിൽ ആരാധനയുള്ളത്. പക്ഷേ എല്ലാ ദിവസവും ആൾക്കാർ പ്രാർത്ഥിക്കാൻ എത്തുന്നുണ്ട്. മാതാവിനെയും ഉണ്ണിയേശുവിനെയൊക്കെ കാണണമെങ്കിൽ ചില്ലിൽ കൂടി നോക്കിയെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ. എങ്കിലും ആ നിഴൽ ചിത്രങ്ങൾ വളരെ ഐശ്വര്യവത്തായി നമുക്ക് തോന്നും. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയേശുവും അതുപോലെ തന്നെ പുഞ്ചിരി തൂകുന്ന മാതാവിന്റെ ദിവ്യ സ്വരൂപവുമൊക്കെ നമ്മൾ ഏറെ ശാന്തമായ ആ അന്തരീക്ഷത്തിൽ മനസ്സിലേക്ക് ഉൾക്കൊണ്ടിരിക്കും. മൺട്രോ തുരുത്ത് സന്ദർശിക്കുന്ന വിദേശ സഞ്ചാരികൾ ഏറെയും ഇവിടം സന്ദർശിക്കാതെ പോകാറില്ല. ഇവിടെ എത്തുമ്പോൾ ഈ കാറ്റും അഷ്ടമുടിക്കായലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചാണ് അവർ മടങ്ങുക. ഭാരത വനിതകളുടെ ദേശീയ വസ്ത്രമായ സാരിയാണ് ഭാരതരാജ്ഞിയുടെ ഉടയാട. കണ്ടൽക്കാടുകളുടെയും കേരമരങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശത്ത് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടിക്കായലിന്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കുവാൻ പള്ളിയുടെ മുമ്പിലെ ബോട്ട് ജെട്ടിയിൽ നിന്ന് സാധിക്കും. ഇവിടേക്ക് വരുന്ന സഞ്ചാരികൾ പലരും ഇവിടെ ഇറങ്ങി തൊഴുത് മെഴുകുതിരി കത്തിച്ചാണ് മടങ്ങാറുള്ളത്. ഈ പ്രദേശത്തെ ഏക ക്രിസ്ത്യൻ കുടുംബം ഈ പള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്നു. പ്രദേശത്ത് താമസിക്കുന്ന ഹിന്ദു ജനതയുടെ സഹായത്തോടെയാണ് വാർഷിക പള്ളി ഉത്സവം നടത്തുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടായ കൊല്ലത്തിന്റെ മൺട്രോ ദ്വീപിൽ നിലനിൽക്കുന്ന സാമുദായിക ഐക്യത്തിന് ഉദാത്തമായ ഒരു മാതൃക തന്നെയാണ് ഇടച്ചാൽ പള്ളി. ചരിത്ര പെരുമയുടെ നാടാണ് കൊല്ലം. കൊല്ലത്തിന്റെ കാണാക്കാഴ്ചകൾ നിരവധിയാണ്. അതിന്റെ കാഴ്ചകളുമായിട്ടാണ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകുന്നത്. ഇനിയും നിരവധി ചരിത്ര കാഴ്ചകളും അനുബന്ധമായ ഐതിഹ്യ കഥകളുമായി വീണ്ടും ഗ്രീൻ മീഡിയ വിഷൻ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മൺട്രോ ഐലൻഡിലെ ഡച്ച് പള്ളി, ഇടച്ചാൽ പള്ളി കാണാൻ ആരും മറക്കരുത്. എന്നും ചരിത്ര സ്മാരകങ്ങളുടെ ഉണർവേകുന്ന ഒരു നഗരം കൂടിയാണ് കൊല്ലം. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് മനോഹരമാണ് കൊല്ലത്തിന്റെ കാഴ്ചകൾ. വനവും വന്യതയും താഴ്വാരങ്ങളും നദിയും പുഴയും മാത്രമല്ല, കടലും കായലും എല്ലാം ഒന്നിച്ചേരുന്ന കൊല്ലം മനോഹരമായ ഒരു ദേശം തന്നെയാണ്. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. വിവിധ സംസ്കാരങ്ങൾ, വിവിധ ദേശങ്ങൾ, നാടിന്റെ പ്രത്യേകതകൾ ഇതെല്ലാം കണ്ടും അറിഞ്ഞും യാത്ര ചെയ്യുക. സഞ്ചാരം ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അറിവുകൾ മറ്റൊരാൾക്ക് പകർന്നു നൽകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സഞ്ചാരിയാകുന്നത്. കൊളോണിയൻ കാലഘട്ടത്തിലെ കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിലെ ഡച്ച് പള്ളിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള ചരിത്ര കാഴ്ചകളും ചരിത്ര വിശേഷങ്ങളുമായി ഗ്രീൻ മീഡിയ വിഷൻ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തും. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നാലെ വന്നോളൂ.